എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷർ വല്ലാതെ കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. സർ, ഒന്ന് ശാന്തമായി കേൾക്കൂ. നിങ്ങൾ, ഞാൻ ഉദ്ധരിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന് താങ്കൾ വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജനത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ ആ പാർട്ടി? അതിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈപ്പോത്തറ്റിക്കൽ ഒന്ന് കാണിക്കണേ. മാഷ് തുറന്നോളൂ, ഹൈപ്പോത്തറ്റിക്കലൂടെ അതിന്റെ അർത്ഥം കൂടി ഒന്ന് കാണിക്കാന്ന്. അല്ല, അദ്ദേഹത്തിന്റെ BP ഉത്തരം മുട്ടുമ്പോഴാണല്ലോ ഈ BP കൂട്ടുകയും ബഹളം വെക്കുകയും ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തോട് വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു, അല്ല സഹോദര, നിങ്ങളുടെ ഘടക കക്ഷി മുസ്ലിം ലീഗ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തെ വിഭജിച്ചത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി തങ്ങൾ വല്ലാതെ ആവേശം കൊണ്ട് മുസ്ലിം ലീഗിന്റെ സംരക്ഷണത്തെ കുറിച്ച്, അല്ല സഹോദര, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ചങ്കിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി വയനാടിന്റെ തെരുവീതികളിൽ ലീഗിനെ പുറത്തെടുക്കാൻ നിങ്ങൾ അനുവദിച്ചിരുന്നോ? ഈ രാജ്യത്തെ വിഭജിച്ച മതമൗലികതയുടെ പ്രതീകമായ പാകിസ്ഥാന്റെ പതാകയുമായി സാമ്യമുള്ള കേരളത്തിലെ വയനാട് ജില്ലയിലെ പാർലമെന്റ് മണ്ഡലത്തില്, മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട് ഉൾപ്പെടെയുള്ള നിലമ്പൂര് ആ പ്രദേശങ്ങൾക്കടക്കമുള്ള ലീഗുകാരന്റെ കൊടി കൽപ്പറ്റ അങ്ങാടിയിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നു സഹോദര? ലീഗിന് അടിപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഇന്ന്. ലീഗ് ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടാനും ലീഗിന്റെ മുമ്പിൽ പഞ്ചപൂച്ച മടക്കി കാത്തിരിക്കാനും അല്ലാതെ, അവർക്ക് വേണ്ടി ആവേശം കൊള്ളാനല്ലാതെ സർ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു? പിന്നെ താങ്കൾ പറഞ്ഞു 2 കഥകള്, കൊറോണയ്ക്ക് പാട്ടം മുട്ടുന്നതും 15 ലക്ഷം രൂപയും. ഇതിൽ എന്ത് വർഗീയതയാണ് സാർ ഉള്ളത്? അല്പമെങ്കിലും ഹിന്ദിയുടെ പ്രാഥമിക പരിജ്ഞാനം താങ്കൾക്കുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. 15 ലക്ഷത്തിന്റെ ഹിന്ദി പതിപ്പ് ഒന്ന് പുറത്തുവിടാൻ. സർ, ഈ ലോകത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? ഇന്ത്യ രാജ്യത്തിന്റെ മുന്നേറ്റത്തെ കുറിച്ച് താങ്കൾ പരാതി പറഞ്ഞല്ലോ ഈ സർക്കാരിനെ കുറിച്ച്. ഒന്ന് കേൾക്കുമോ എന്റെ ബേസിലെ? ചൊവ്വയിലേക്ക് റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ഇന്ത്യ. മോദിയുടെ നേതൃത്വത്തില് UPI ഇൻഫോസിസ് വികസനം വഴി ലോകത്തിലെ നമ്പർ 1 ഡിജിറ്റൽ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റിയത് ഈ നരേന്ദ്രമോദിയാണ് സർ. ബാലക്കോട്ടില് സർജിക്കൽ സ്ട്രൈക്കിലൂടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പാകിസ്ഥാനെ വിറപ്പിച്ച സയന്റിഫിക് രാജ്യമാണ് സർ ഇന്ത്യ. 2 ലക്ഷം ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിച്ച് ലോക ഡിജിറ്റൽ വിസ്മയമാക്കി രാജ്യത്തെ മാറ്റിയ രാജ്യമാണ് സർ. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടാക്കിയപ്പോൾ സഹായത്തിന് ആദ്യമെത്തി അവരെ സഹായിച്ച രാജ്യമാണ് സർ. യമനില് രാത്രി ഇറങ്ങാനുള്ള വിമാന സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ ഇവാക്യുവേഷന് വേണ്ടി ഉപയോഗിച്ച പുരോഗതിയുടെ രാജ്യമാണ് സർ ഇന്ത്യ. 6ാമത്തെ സൈനിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റിയ രാജ്യമാണ്. നേതാവിന്റെ പേരാണ് സർ ഈ നരേന്ദ്രമോദി എന്ന്. കോവിഡ് വാക്സിൻ വികസിപ്പിച്ച ലോകത്തില് ഏറ്റവും കൂടുതൽ രാജ്യത്ത് വിതരണം ചെയ്ത രാജ്യത്തിന്റെ പേരാണ് സർ ഇത്. മറിച്ച് കോഴിത്തലയും കൂടോത്രവും കേരളത്തിൽ പരസ്യമായി അംഗീകരിച്ച ഒരു പാർട്ടി നേതാവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാസർഗോഡ് MP-യും നിങ്ങളുടെ KPCCയുടെ അന്നത്തെ പ്രസിഡന്റുമാണ്. കോഴിത്തലയും സ്വർണ്ണ എന്താ പറയുക കൂടോത്ര സാധനങ്ങൾക്കും രാഷ്ട്രീയ രംഗത്ത് ഇതുപോലെ പിന്തുണച്ച ഒരു നേതാവുണ്ടോ സർ നിങ്ങൾ? താങ്കളാണ് ഇവിടെ വന്ന് നമ്മളെ കുറിച്ച് പറയുന്നതും പഠിപ്പിക്കുന്നതും. ഞാൻ വീണ്ടും ചോദിക്കും സർ, നിങ്ങൾ ഈ രാജ്യത്തെ വർഗീയത എതിർക്കാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടോ? താങ്കൾ തൊള്ളെ കൊല്ലാത്ത വലിയ വാക്കൊന്നും പറയല്ലേ, ഫാസിസം എന്നൊന്നും പറഞ്ഞങ്ങനെ നാട്ടുകാരെ പറ്റിക്കരുത്. ഈ രാജ്യത്ത് പത്രക്കാരെ താങ്കൾക്കറിയുമോ? പത്രക്കാരെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാതെ ന്യൂഡൽഹിയിലെ പത്രാഫീസിലേക്ക് വൈദ്യുതി വിജയിച്ച നേതാവിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി. രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങളെയും ഭരണഘടനയെയും കാറ്റിൽ പറത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച നേതാവിന്റെ പേരാണ് കോൺഗ്രസുകാർ ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി. പ്രതിപക്ഷ നേതാവിനെയും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരും മുഴുവൻ വിചാരണ ചെയ്യാതെ ജയിലെടുത്ത നേതാവിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി. അവരുടെ പാർട്ടിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. താങ്കൾക്കറിയുമോ ഇന്ത്യ രാജ്യത്ത് 10,000-ഓളം സിഖുകാരെ ഒരു നേതാവിന്റെ കഴിവുകേടുകൊണ്ട് അംഗരക്ഷകർ വെടിവെച്ച് കൊന്നപ്പോൾ ന്യൂഡൽഹിയിൽ പട്ടാപ്പകല് 2,000-ഓളം പേരെ പച്ചയ്ക്ക് വെടിവെച്ച് കൊന്ന വംശീയ ഉന്മൂലനത്തിന്റെ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അധികാരം കിട്ടാൻ വേണ്ടി നിലനിർത്താനും ഏത് നിഷ്ഠൂരമായ പ്രവർത്തനം ചെയ്യുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
ഈ അധികാരം വിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം ഇന്ന് വിരളി പിടിച്ച് ഓടി നടക്കുന്ന നേതൃത്വത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗിനെയും PDP യെയും. സർ, ഞാൻ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലാണ് സംസാരിക്കുന്നത്. താങ്കൾക്ക് അറിയുമോ? പരസ്യമായിട്ട് നിങ്ങളാണ് വെൽഫെയർ പാർട്ടിയുമായിട്ട് കൊടുവള്ളി മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ സഖ്യം ചെയ്ത പാർട്ടിയാണ്. കോഴിക്കോട് നിരവധി സ്ഥലത്ത് മൗദൂദി വാദം നടത്തുന്ന ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന നിങ്ങളാണ് ചാനലിൽ വന്നിട്ട് മതേതരത്വത്തെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോ സർ സ്വന്തം മുഖം ആ കണ്ണാടിയുടെ മുമ്പിൽ പോയി 1/2 മിനിറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ക്ലാസ് എടുക്കുക. നിങ്ങൾ പറയുന്ന മതേതരത്വം, നിങ്ങൾ പറയുന്ന ഈ രാജ്യത്തോടുള്ള ഏറ്റവും യുദ്ധപ്രഖ്യാപനം അധികാരം നഷ്ടപ്പെട്ടത് കൊണ്ട് എന്താണ് സർ ഷാജി പറഞ്ഞത്? 10 വർഷമായി ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നു, ഇനി ഒരു 10 വർഷം കൂടി തുടരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതിന് ഏത് രാജ്യദ്രോഹിയെയും, ഏത് മതമൗലികവാദിയെയും, ഏത് ഭീകരവാദിയെയും ഞങ്ങൾ കൂടെ ചേർക്കും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയാലും, SDP ആയാലും, മുസ്ലിം ലീഗ് ആയാലും, വെൽഫെയർ പാർട്ടി ആയാലും ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനത പഴയ ജനതയല്ല സർ. തിരുവനന്തപുരത്ത് നിങ്ങൾ കുറെ പറഞ്ഞല്ലോ BJP-യും CPM-ഉം തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് നിങ്ങളത് ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ആ തെരഞ്ഞെടുപ്പിന് അവിടെ BJP കോൺഗ്രസിനെ തോൽപ്പിച്ചെടുത്ത്, CPM-നെ തോൽപ്പിച്ചെടുത്ത് നിങ്ങളുടെ വോട്ടിന്റെ ഷെയർ ഒന്ന് പറയുമോ? നിങ്ങൾ കണക്ക് പറയുമോ? കോഴിക്കോട്ട് ഞങ്ങൾ CPM-ൽ നിന്ന് പിടിച്ചെടുക്കാൻ കോൺസെൻട്രേറ്റ് മത്സരം നടത്തിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി എന്ന് നിങ്ങൾ പറയുമോ? കോഴിക്കോട്ട് ചേളന്നൂര് നിങ്ങൾ കോട്ടർ കൊത്തളത്തിന് അത് ഇടതുപക്ഷത്തിന് കൊണ്ടുപോയി കൊടുത്തു. നിങ്ങൾ പറയുന്ന ആത്മാർത്ഥമുള്ളതാണോ സർ? ഇന്ത്യ എന്നൊരു മുന്നണി ഇന്ത്യ രാജ്യത്തുണ്ടോ? അതിന്റെ നേതാവാണോ സോണിയാഗാന്ധിയും നിങ്ങളുടെ നമ്മുടെ MA വേദിയും? നിങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കുന്നവരല്ലേ? ഇത്ര വൃത്തികെട്ട കൊള്ളരുതാത്ത പാർട്ടിയാണ് CPM എങ്കിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. KC വേണുഗോപാലിനോട് പറ, ഖാർഗെയോട് പറഞ്ഞിട്ട് ഈ വിശ്വസിക്കാൻ കൊള്ളാത്ത പിണറായി വിജയന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മുഖ്യമന്ത്രിയായ പാർട്ടിയെ നമ്മുടെ മുന്നണിയിൽ കൊള്ളില്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലും പഞ്ചാബിലും ഡൽഹിയിലും ജമ്മു കാശ്മീരിൽ വരെ ഒരേ മുന്നണിയായി മത്സരിക്കുന്ന CPM ഇവിടെ അധികാരത്തിന് വേണ്ടി നിങ്ങൾ കടിപിടി കൂടുമ്പോൾ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢിയാക്കരുത് സർ. ബ്ലഡ് പ്രഷർ കൂട്ടിയത് കൊണ്ട് ഉത്തരമാകുന്നില്ല, ബഹളം വെച്ചത് കൊണ്ട് ഉത്തരമാകുന്നില്ല. വസ്തുനിഷ്ഠമായ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനപ്പുറത്തേക്ക് ആക്രോശങ്ങളും വായ്ത്താരികളും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല. എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധതയാകുന്നത്? മുസ്ലിം ലീഗിന്റെയും PDP-യുടെയും അടുക്കള പാത്രങ്ങൾ പോലും മോറാൻ മടിക്കാത്ത നിങ്ങൾ കേരളത്തിലെ ഹിന്ദുക്കളെയും ബഹുഭൂരിപക്ഷത്തെയും ദേശീയ ജനങ്ങളെയും വന്നിട്ട് മതേതരത്വം പഠിപ്പിക്കുമ്പോ സർ ഇത് അധികകാലം മുന്നോട്ട് പോവില്ല. മാറിക്കഴിഞ്ഞു കേരളം. തൃശൂർ MP പ്രതാപൻ എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? BJP തോൽപ്പിക്കാൻ പറഞ്ഞ കിങ്ങിണിക്കുട്ടൻ രാജീവ് ഗാന്ധി, K കരുണാകരന്റെ മകൻ എവിടെയാ നിങ്ങൾക്ക് അറിയുമോ? AK ആന്റണിയുടെ പുത്രൻ ഇന്ന് BJP-ക്കൊപ്പമാണ്. കരുണാകരന്റെ മറ്റൊരു മകൾ പത്മജ BJP-ക്കൊപ്പമാണ്. എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-നെ താഴെ ഇറക്കിയപ്പോൾ ജനങ്ങൾ നിങ്ങളെ അല്ല സർ കയറ്റിയിരുത്തിയത്, അവിടെ BJP-യാണ്. അതുകൊണ്ട് BJP-യോട് നിങ്ങൾക്ക് രോഷം തോന്നുന്നതൊക്കെ സാധാരണമാകാം. നിങ്ങൾ വലിയ കാര്യമായി പറയുന്നുണ്ടു കേരളം അങ്ങ് പിടിച്ചെടുത്തു കളയുമെന്ന്. എന്തായിരുന്നു സർ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ വാഗ്ദാനം? നിങ്ങളുടെ അഹങ്കാരം എന്തായിരുന്നു? കർണാടകയ്ക്ക് യാത്ര നടത്തിയപ്പോഴും ഇന്ത്യ മുഴുവൻ തേരോട്ടം നടത്തിയപ്പോഴും ഹിമാചൽ പ്രദേശിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ജൽപ്പനങ്ങളും നിങ്ങളുടെ അവകാശവാദങ്ങളും? വോട്ടെണ്ണിയപ്പോൾ എവിടെ എത്തിയത് നിങ്ങൾ? സർ, രാജ്യത്തിലെ ജനങ്ങൾക്ക് വിവരം വെച്ചു. അവര് 2 കണ്ണും തുറക്കുന്നവരാണ്. മാധ്യമങ്ങളുണ്ട്, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുണ്ട്, വിവര സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. അവർക്ക് വിവരത്തിന്റെ ലോകത്തേക്ക് അവരിന്ന് പഴയ കോൺഗ്രസ് കാലഘട്ടത്തിലല്ല. നിങ്ങളുടെ എല്ലാ വൃത്തികേടുകളും വർഗീയതയുടെ അടിപ്പാവോടെ കഴുകുന്ന തരത്തിലേക്ക് നിങ്ങൾ അധപ്പതിച്ചത്, ലീഗുകാരന്റെ നമ്പർ 2 B ടീമായി അവതരിപ്പിച്ചത്, അതൊക്കെ ജനങ്ങൾ കാണും. അതിനെ മറയ്ക്കാൻ അർത്ഥസത്യങ്ങളും അസത്യങ്ങളും കൊണ്ട് ബഹളം വെച്ചത് കൊണ്ടോ പ്രഷർ കൂട്ടിയത് കൊണ്ടോ സാധിക്കില്ല എന്നും തിരുവനന്തപുരം ഒരു ചൂണ്ടുവലകയാണ്, തൃശ്ശൂർ ഒരു ചൂണ്ടാണിയാണ്. ആ ചൂണ്ടാണിയാണ് കേരളത്തിൽ നിങ്ങൾ ഉറക്കം കെടുത്തുന്നത്. ആ ഉറക്കം കെടുത്തലില് സണ്ണി ജോസഫ് നിശബ്ദനാകുമ്പോൾ, കോൺഗ്രസ് നേതാക്കന്മാര് ദുർബലരാകുമ്പോൾ, രമേശ് ചെന്നിത്തല നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവരൊന്നും ലീഗിന്റെ വർഗീയതയോ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിവാദങ്ങളെയോ അംഗീകരിക്കുന്നതല്ല. കേരളത്തിലെ ജനത എന്ന ബാലപാഠമെങ്കിലും ചാനൽ ചർച്ചയിൽ വരുന്നവർ പഠിക്കണം, വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കണം എന്നാണ് താങ്കളോട് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർ. റൈറ്റ് സർ. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, വളരെയധികം നന്ദി.